നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല, തമിഴ്നാട്ടിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻഗേജ്മെൻറ്റാണ് നടക്കുന്നത്. ഇവിടെ മോതിരം ഇടാറില്ല, അതെനിക്ക് വളരെ വൈകിയാണ് അറിയുന്നത്. ഡിഫറെൻറ്റ് കൾച്ചറാണ്. ഐ എം പേഴ്സണലി എക്സൈറ്റഡ്. അപ്പോൾ വാ നമുക്ക് പോയി നോക്കാം. സിൻഡ്രല്ല കുട്ടി ഹരീഷ്ണ, സിൻഡ്രല്ല ഉൾപ്പെട്ട കുട്ടി ഇങ്ങോട്ട് നോക്കൂ. സിൻഡ്രല്ല കുട്ടി, സിൻഡ്രല്ല സിൻഡ്രല്ല ഹരീഷ്ണ, ഹരീഷ്ണ സിൻഡ്രല്ല സിൻഡ്രല്ല. നമ്മുടെ നാട്ടിലെ പോലെ രാവിലെ എല്ലായിടത്തും നിശ്ചയം, ഇവിടെ വൈകുന്നേരമാണ്. 3 മണിക്ക് ഞങ്ങൾ പോയി, 5 മണിക്കായിരുന്നു നിശ്ചയം. കാരണം ഞങ്ങൾ നേരത്തെ പോയതെന്ന് വെച്ചാൽ ഞങ്ങൾ പങ്കാളികളാണ്, ഞങ്ങളുടെ റിലേഷൻ. സോ അണ്ണിയൊക്കെ നേരത്തെ വന്ന്, കാരണം മരുമക്കൾ പോയി സ്വീകരിക്കണം ചെറുക്കൻ്റെ വീട്ടുകാരെ. അവിടെ വരണം ഞാനതൊക്കെ ചെയ്ത് എക്സൈറ്റഡ് ആയിരുന്നു. സോ ഇതാണ് ചെറുക്കൻ ആ വൈറ്റ് ഷർട്ട് ഇട്ടത്. ആൻഡ് ഇതാണ് മണ്ഡപം. അവിടെ പോയിട്ട് ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും അച്ഛനും അമ്മയാണ് നിശ്ചയം നടത്തുന്നത്. ഇവരിങ്ങനെ ഇരുന്നിട്ട് അവരിങ്ങനെ പൂജാരി എന്തൊക്കെയോ പറയും, എനിക്കത് മനസ്സിലായില്ല കുറച്ചൊക്കെ. അത് കഴിഞ്ഞിട്ട് അവർക്ക് ചന്ദനമൊക്കെ കൊടുക്കും. പിന്നെ ഞങ്ങൾ പെണ്ണിനെ കാണാനൊക്കെ പോയി. ചെറുക്കനും പെണ്ണ് റിങ്ങും മാറ്റത്തില്ല, പകരം മാല മാറ്റും. അങ്ങനെയാണ് കൾച്ചർ എനിക്ക് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയത്. പെണ്ണ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആദ്യമേ ഹാഫ് സാരിയൊക്കെ കൊടുത്തിരിക്കും, ഫോട്ടോ ഒക്കെ എടുക്കും. എന്നിട്ട് പിന്നെ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് കൊണ്ടുവരുമ്പോൾ ആദ്യം ഇടും, സാരി കൊടുക്കും, ചെറുക്കനും ഡ്രസ്സ് മാറും. അങ്ങനെയൊക്കെയാണ്, വളരെ ഡിഫറെൻ്റ് ആയിട്ടുണ്ടായിരുന്നു കൾച്ചർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പിന്നെ എന്താ, നമ്മൾ ചോറുണ്ട്, ഇവിടെ സദ്യയായിരുന്നു, കാരക്കുഴമ്പ്, സാമ്പാർ, അങ്ങനെയുള്ള സംഭവമൊക്കെ ആയിരുന്നു. ആൻഡ് പായസം ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ പോയില്ലേ നളുങ്ങൊക്കെ വെച്ച്, ഇങ്ങനെ ചന്ദനം തേക്കുന്നതിന് നളുങ്ക് വെക്കുന്നതാണ് പറയുന്നത്. സോ അതൊക്കെ ചെയ്ത് ആൻഡ് ഹാപ്പി മാരീഡ് ലൈഫ് പറഞ്ഞപ്പോഴത്തേക്ക് അവർ വളരെയധികം ചിരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും പുതുതായിട്ട് വന്ന ആൾ എന്തൊക്കെ പറയുന്നുണ്ടല്ലോ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ കൾച്ചർ. ആൻഡ് അടുത്ത 2-3 മാസത്തിനുള്ളിൽ കുട്ടിയുടെ കല്യാണം നടക്കും. പെൺകുട്ടിയുടെ വീട്ടുകാരാണ് ഞങ്ങൾ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇരുന്നുണ്ട്. ഐ ഫീൽ വെരി ലക്കി, കാരണം എനിക്കുള്ള കൾച്ചറൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. തമിഴ്നാട് കൾച്ചർ ഐ ജസ്റ്റ് ലവ് ഇറ്റ്. ആൻഡ് നിങ്ങൾക്ക് ഏത് എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ.